ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന മലയാളി സ്ത്രീകൾക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണവും വ്യക്തിഹത്യയും നടക്കുന്നതായി വെളിപ്പെടുത്തൽ. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ച് പണം കൊടുത്ത് അശ്ലീല ട്രോളുകൾ നിർമ്മിക്കുന്ന സംഘങ്ങൾ സജീവമാണെന്ന് ചൂണ്ടിക്കാട്ടി ഖത്തറിലെ ഒരു പ്രവാസി യുവതി രംഗത്തെത്തി. തനിക്ക് നേരിട്ട ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം സൈബർ ക്രിമിനലുകൾക്കെതിരെ യുവതി തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. തനിക്കെതിരെ മോശം പരാമർശം നടത്തിയ 2 പേർക്കെതിരെ പ്രതികരിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് യുവതിക്ക് വിനയായത്. ഇതിൽ പ്രകോപിതരായ ഇവർ വ്യാജ അക്കൗണ്ടുകൾ വഴിയും മറ്റ് ടോൾ പേജുകൾ വഴിയും യുവതിക്കെതിരെ വ്യാപകമായ അധിക്ഷേപം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. അങ്ങേയറ്റം അശ്ലീലം നിറഞ്ഞ വാക്കുകളും ജാതീയമായ അധിക്ഷേപങ്ങളും ഉൾപ്പെടുത്തിയാണ് ഫോട്ടോകളും വീഡിയോകളും പ്രചരിക്കുന്നത്. ഇത്തരം വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്താലും നോ വയലേഷൻ എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് യുവതി പറയുന്നു. നാട്ടിലെ പോലീസിനെയും സൈബർ സെല്ലിനെയും സമീപിച്ചെങ്കിലും VPN ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം അക്കൗണ്ടുകൾക്ക് പിന്നിലുള്ളവരെ പെട്ടെന്ന് കണ്ടെത്തുക പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന മറുപടിയാണ് ലഭിച്ചത്. പിടിക്കപ്പെടില്ലെന്ന ബോധ്യമാണ് കുറ്റവാളികൾക്ക് കൂടുതൽ ധൈര്യം നൽകുന്നതെന്നാണ് യുവതി പറയുന്നത്. താൻ നേരിട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും GCC രാജ്യങ്ങളിലുള്ള നിരവധി പെൺകുട്ടികൾ സമാനമായ രീതിയിൽ സൈബർ ബ്ലാക്ക് മെയിലിംഗിന് ഇരയാകുന്നുണ്ടെന്നും യുവതി വ്യക്തമാക്കുന്നു. വ്യാജ ഐഡികളിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചും ഫോട്ടോകൾ മോശമായി പ്രചരിപ്പിച്ചും ഭീഷണിപ്പെടുത്തുന്നതിലൂടെ പല സ്ത്രീകളും കടുത്ത മാനസിക സംഘർഷത്തിലാണ്. ഭയം കാരണം പലരും ഇത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. മാനസികമായി കരുത്തില്ലാത്ത പലരും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കുടുംബം പോറ്റാനും സമാധാനത്തോടെ ജീവിക്കാനുമാണ് എല്ലാവരും പ്രവാസ ലോകത്തേക്ക് വരുന്നത്. വ്യക്തി വൈരാഗ്യങ്ങളുടെ പേരിൽ പണം കൊടുത്ത് ടോൾ പേജുകളെ കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്നത് ക്രൂരതയാണ്, യുവതി തുറന്നു പറയുന്നു. ഈ വിഷയത്തിൽ സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്നും ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നവർക്ക് നിയമത്തിന്റെ പിടിയിലാകുമെന്ന ഭയം ഉണ്ടാകണമെന്നുമാണ് യുവതിയുടെ പ്രധാന ആവശ്യം. എനിക്ക് വേണ്ടി മാത്രമല്ല, വേറെ കുറച്ചധികം പെൺകുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ GCCയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കാതെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഇട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും ചില ഫേക്ക് ഐഡികൾ വന്നിട്ട് നമ്മളെ ഫോളോ ചെയ്യുകയും നമ്മളുടെ വീഡിയോ നമ്മളുടെ ഫോട്ടോസ് എടുത്തു കൊണ്ടുപോയി അവരുടെ അക്കൗണ്ടിലിട്ടിട്ട് തെറിവാക്കുകളും പിന്നെ അശ്ലീല ചൊവ്വയുള്ള സൗണ്ടൊക്കെ ഇട്ട് പോസ്റ്റും. ഇത് കാണുമ്പോൾ ഇപ്പം നമ്മളെ അങ്ങനെ എഴുതി വയ്ക്കുമ്പം ഇത് കാണുമ്പോൾ എത്രയാണെങ്കിലും നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാനത് കണ്ടപ്പോൾ തളർന്നില്ല. പക്ഷേ മിക്കവരും ഈ മനസ്സിന് കട്ടിയില്ലാത്ത ആൾക്കാരായിരിക്കും. ചില പെൺകുട്ടികൾ ഒരു ആത്മഹത്യ വരെ ചെയ്താൽ എന്താണെന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് വരെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. കാരണം ഈ വീഡിയോസ് ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുമ്പോൾ അത് അവരുടെയൊക്കെ വീടുകളിലെത്തുകയും അതിനെ സംബന്ധിച്ച് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാർ വരെയുണ്ട്. ദയവ് ചെയ്ത് ഈ ഫേക്ക് ID ഉണ്ടാക്കിയിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരാൾക്കാരെ നോക്കിയിട്ട് ഈ പെണ്ണുങ്ങളെ നോക്കിയിട്ട് കിട്ടാതെ വരുമ്പോൾ അവരെ ഇങ്ങനെ ഫേക്ക് ID വെച്ച് ടോർച്ചർ ചെയ്യുക, അതല്ലേ ഏതെങ്കിലും ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ട്രോൾ വീഡിയോസ് ഇറക്കുന്ന ആൾക്കാരും ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അവിടെ ഇരുന്ന് അവരൊരു ജോലി ചെയ്യുന്ന പോലെ ഈ പണിയെടുക്കുകയാണ്. പക്ഷേ മറുഭാഗത്ത് നമ്മളുടെ ഫോട്ടോസ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഈ അശ്ലീലം എഴുതി കറങ്ങി നടക്കുന്നത് വല്ല യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വന്ന് നാട്ടിലൊക്കെ എത്തുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഇവരാരും ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്ത് അവരുടെ മക്കൾ, കുടുംബം, ഇല്ലെങ്കിൽ നാട്ടുകാർ ഒക്കെ കാണുകയല്ലേ. അതൊരു ട്രോളാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കാം, അതല്ലാത്തവരും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ട്രോൾ വീഡിയോ ഇറക്കുന്ന ആൾക്കാർ നന്നാവണമെന്നില്ല, അവർ ഇത് നിർത്തണമെന്നുമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, എല്ലാവർക്കും കുടുംബമുണ്ട്, എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത്? ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഈ പെൺകുട്ടികളെ ഇങ്ങനെ അശ്ലീലം പറയാതിരിക്കുക. തെറ്റ് കണ്ടാൽ നിങ്ങൾ പ്രതികരിച്ചോളൂ, അതെന്താണെങ്കിലും. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെയൊന്നും ടോർച്ചർ ചെയ്യാതിരിക്കുക. ഇവർക്കൊരു വിചാരം ഇവരെ പിടിക്കപ്പെടില്ല എന്നുള്ളതാണ്. ഇത് നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ജനങ്ങളെ അറിയിക്കുക, ആരാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇത് സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. വിനോദത്തിനപ്പുറം പലരും വരുമാന മാർഗമായും ഇത്തരം പ്ലാറ്റ്ഫോമുകളെ കാണുന്നുണ്ട്. എന്നാൽ പ്ലാറ്റ്ഫോമിലെ കണ്ടന്റ് മോഡറൈസേഷൻ അപാകതകൾ കാരണം വ്യാജ അക്കൗണ്ടുകൾ വഴിയുള്ള വ്യക്തിഹത്യകൾ വർദ്ധിച്ചു വരികയാണ്. VPN ഉപയോഗിച്ച് ലൊക്കേഷൻ മറച്ചുപിടിക്കുന്നത് ഇത്തരം സൈബർ കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ അന്വേഷണ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുബായിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷമീർ മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പലരും വിനോദത്തിന് മാത്രമല്ല അതിനപ്പുറം വരുമാന മാർഗമായും ഉപയോഗിക്കുന്നവരുണ്ട്. ടിക്ടോക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് നമുക്കറിയാം.
പക്ഷേ GCC രാജ്യങ്ങളിലെ പല മലയാളികളും ഇത് സജീവമായി ഉപയോഗിക്കുന്നവരാണ്. വരുമാനത്തിനും വിനോദത്തിനും അങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ പലപ്പോഴും വ്യക്തിഹത്യക്കും അതുപോലെ അവരുടെ ഈ റെപ്യൂട്ടേഷനോ ഡിഗ്നിറ്റിയോ ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും പലരും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലരും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിക്കാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പലരും കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവാറില്ല. പലപ്പോഴും അവർ പറയുന്നത് VPN ഉപയോഗിച്ചാണ്, ആരാണ് അറിയില്ല എന്നാണ്. എന്നാൽ VPN ഒരിക്കലും ഒരു പ്രൊട്ടക്ഷൻ അല്ല. UAE അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നിയമം നിലവിലുണ്ട്. അതായത് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോയോ വീഡിയോയോ പ്രചരിപ്പിക്കുക, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് വീഡിയോസ് ദുരുപയോഗം ചെയ്യുക ഇതുപോലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വലിയ പണിഷ്മെൻറ്റ് UAE ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഏതാണ്ട് ഇന്ത്യൻ മണി 1.25 കോടി രൂപയോളം വരുന്ന ഫൈനും അതുപോലെ ജയിലും ഡീപ്പോർട്ടേഷനും വരെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് UAE ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VPN ഒരു സുരക്ഷാ കവചമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് IP അഡ്രസ്സ് വെച്ച് ഒരാളെ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്തരം സൈബർ ആക്രമണങ്ങൾ പ്രവാസികളായ സ്ത്രീകളുടെയും നാട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങളുടെയും മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. വ്യക്തിഹത്യ ഭയന്ന് സ്ത്രീകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതിനോ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങി ചൂഷണങ്ങൾക്ക് ഇരയാകുന്നതിനോ ഇത് കാരണമായേക്കാം. പരാതികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇന്റർപോൾ ഉൾപ്പെടെയുള്ള രാജ്യാന്തര ഏജൻസികളുടെ സഹായത്തോടെ സൈബർ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് യുവതിയുടെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.